കായംകുളം നഗരസഭ 33-ാം വാർഡിൽ റോഡ് ഉദ്ഘാടനം ചെയ്തു. റോഡ് നിർമ്മിച്ചതോടെ ഈ ഭാഗത്തെ വെള്ളക്കെട്ടിനും പരിഹാരമായി. ഓടയോടുകൂടിയാണ് റോഡ് നിർമ്മിച്ചത്. കൊണ്ടുവന്ന കാലം മുതൽ ഞങ്ങൾ ഈ വെള്ളക്കെട്ടിനകത്ത് കിടക്കുമായിരുന്നു. എന്നും കുഞ്ഞുങ്ങൾ പോയാൽ മറിഞ്ഞു വീഴും. പോകുന്നവരുടെ എല്ലാം ഒടിഞ്ഞിരിക്കുക. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് കിടന്നപ്പോൾ ഇപ്പം BJPയിലെ പിള്ളേർ കയറി അന്തസ്സായിട്ട്, ഞങ്ങൾ ആരും വിചാരിച്ചല്ല ഈ ഓട ഇങ്ങനെ ആവുമെന്ന്. അന്തസ്സായിട്ട് അവർ ഈ ഓട പണിഞ്ഞ് ഞങ്ങൾക്ക് തന്ന് അവർക്ക് 100 കോടി പുണ്യം കിട്ടും. കായംകുളം നഗരസഭ 33-ാം വാർഡിലെ വാലിയുടെ തറയിൽ റോഡാണ് നിർമ്മിച്ചത്. ഓടയോടുകൂടിയായിരുന്നു റോഡ് നിർമ്മിച്ചത്. കായംകുളം നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു നിർമ്മാണം. റോഡിന്റെ നിർമ്മാണോദ്ഘാടനം കൗൺസിലർ കവിത രാജേഷ് നിർവഹിച്ചു. ഈ റോഡും ഓടയും ഒരു 10ഓളം കുടുംബങ്ങളെ ആശ്രയിച്ചിട്ടുള്ളതാണ്. അപ്പം ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം വെള്ളക്കെട്ടായിരിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞ മുനിസിപ്പൽ ഫണ്ട് ഉപയോഗിച്ച് ഞങ്ങൾ നിർമ്മിച്ചതാണ്. അപ്പം ഇതിന് എല്ലാവരുടെയും അനുമതിയോടുകൂടി ഇത് ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. വാർഡ് വികസന സമിതി പ്രസിഡന്റ് രാജേഷ് കൊച്ചയ്യത്ത് അധ്യക്ഷത വഹിച്ചു. വാലുപറമ്പിൽ ഓട അതത്ര ശരിയായ രീതിയിൽ നടന്നില്ല. അപ്പോൾ ആ രീതിയിലാകുമോ എന്നുള്ള സംശയമായിരുന്നു ഇവിടുത്തെ പ്രദേശവാസികൾ. അവസാനം അവർ പറഞ്ഞിരുന്ന് അവരുടെ ആശങ്കയെന്ന് പറഞ്ഞിരുന്ന ഇത് വേണ്ടാന്നുള്ള രീതിയിൽ തന്നെ ലാസ്റ്റ് അവർ തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ എങ്കിലും ഇവിടുത്തെ പ്രദേശവാസികളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ വീണ്ടും അത് ആരംഭിക്കുകയാണ് ഉണ്ടായത്. സത്യത്തിൽ ഇത്രയും ഭംഗിയായിട്ട് ഈ ഓട ശരിയാകുമെന്ന് ഞങ്ങൾ പോലും വിചാരിച്ചില്ല. ഇതിനെ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത് ഇതിൻ്റെ കോൺട്രാക്ടർ ഷാരോണിനെയാണ്. എന്തായാലും ഇപ്പോൾ ഈ ഓട വളരെ ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതിന് ഈ പ്രദേശവാസികൾക്കും എല്ലാവർക്കും ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷ് കണിയാമ്പറമ്പിൽ ആമുഖ പ്രസംഗം നടത്തി. രാജേഷ് ആലയ്ക്കൽ, ശോഭന ദേവരാജൻ, ശശികല, സുരേഷ് കുമാർ, സതീശൻ, രാജൻ, ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.